الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الحمد لله ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമത്തുള്ളാഹി അലൈഹിയുടെ രണ്ടാമത്തെ ഗ്രന്ഥമാണ് സാദു സഫർ എന്ന സംരംഭത്തിന്റെ കീഴിൽ നമ്മൾ ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്നത്. അൽ ഖവാഇദുൽ അർബഅ എന്നാണ് കിതാബിന്റെ പേര്. القواعد الأربع لإمام الدعوة الشيخ محمد بن عبد الوهاب بن سليمان التميمي رحمه الله. അൽ-ഖവാഇദുൽ അർബഅ എന്ന് പറഞ്ഞാൽ നാല് അടിത്തറകൾ എന്നാണ് അർത്ഥം. ഖാഇദ എന്നതിന്റെ ബഹുവചനമാണ് ഖവാഇദ്. അൽ ഖവാഇദു അടിത്തറകൾ, അൽ അർബഉ നാല് അടിത്തറകൾ ചർച്ച ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രന്ഥമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഗ്രന്ഥം അൽ ഖവാഇദുൽ അർബഅ. ശിർക്കുമായി ബന്ധപ്പെട്ട അടിത്തറകളാണ് ഈ ഗ്രന്ഥത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ നവാഖുൽ ഇസ്ലാം എന്ന ക്ലാസ്സിൽ തൗഹീദ് എന്താണ് എന്നും തൗഹീദിന്റെ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നും പഠിച്ചിരുന്നു. ഈ ഗ്രന്ഥത്തിലൂടെ തൗഹീദുൽ റുബൂബിയ്യത്തും തൗഹീദുൽ ഉലൂഹിയ്യത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് അൽ ഖവാഇദുൽ അർബഅ. അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്യാൻ ഇറങ്ങിയ അഭിമുഖീകരിച്ച മക്കയിലെ മുശ്രിക്കുകൾ ഏതൊരു ശിർക്കിലാണ് വീണതെന്നും എന്തുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായത് എന്നും ഈ ഗ്രന്ഥത്തിലൂടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന 3ാമത്തെ കാര്യം, അഖീദ സഹീഹാകാതെ, തൗഹീദ് സഹീഹാകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല എന്നതുമാണ്. ഈ 3 കാര്യങ്ങൾ ഈ ഗ്രന്ഥം പഠിച്ച് പൂർത്തിയാകുമ്പോഴേക്കും നമുക്ക് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശിർക്ക് എന്ത് എന്ന് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നഖശികാന്തം എതിർത്ത മക്കയിലെ മുശ്രിക്കുകളെ കർശനമായി വിമർശിച്ച 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളെ ദഅവത്ത് ചെയ്ത ആ കൊടും പാതകം എന്തായിരുന്നു എന്ന് 4 അടിത്തറകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിലൂടെ ശ്രമിക്കുന്നത്. ഈ ഗ്രന്ഥം പഠിച്ചു കഴിയുമ്പോഴേക്കും എന്താണ് ശിർക്ക് എന്നും മക്കയിലെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ശിർക്ക് എന്താണ് എന്നും ഇന്ന് ആ ശിർക്ക് ആരിലൊക്കെ ഉണ്ട് എന്നും നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ, പണ്ഡിതന്മാര് പറയാറുള്ളത് ഈ ഗ്രന്ഥം എല്ലാവരും ഒരു പണ്ഡിതന്റെ കീഴിൽ നിന്ന് പഠിക്കണം എന്ന. ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയ കാര്യങ്ങള് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുമാണ്. അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അൽ ഖവാഇദുൽ അർബഅ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أسأل الله الكريم رب العرش العظيم أن يتولاك في الدنيا والآخرة وأن يجعلك مباركا أينما كنت وأن يجعلك ممن إذا أعطي شكر وإذا ابتلي صبر وإذا أذنب استغفر فإن هؤلاء الثلاث عنوان السعادة. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മറ്റെല്ലാ ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് പോലെ തന്നെ ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹി അർ റഹ്മാനിർ റഹീം.
ഖുർആനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഫോളോ ചെയ്തുകൊണ്ട് ആണ് ഉലമാക്കൾ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ആദ്യം ബിസ്മി കൊണ്ട് തുടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലിയാണ് സംസാരിക്കുമ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങലും എഴുതുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങലും. ചില ഉലമാക്കൾ ഇത് രണ്ടിനെയും ജമ ചെയ്യും. കാരണം കിതാബ് എന്നുള്ളത് എഴുതപ്പെടുന്നു എന്നതോടൊപ്പം തന്നെ വായിക്കപ്പെടുന്നതുമാണ് എന്നതുകൊണ്ട് ബിസ്മി കൊണ്ടും ഹംദ് കൊണ്ടും രണ്ടും കൊണ്ടും ഉലമാക്കൾ ഗ്രന്ഥങ്ങൾ ആരംഭിക്കാറുണ്ട്. ഇവിടെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ബിസ്മി കൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളതുപോലെ തന്നെ വായിക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതൊരു ദാഇയുടെ കടമയാണ്. ദഅവത്ത് ചെയ്യുമ്പോൾ ആരെയാണോ ദഅവത്ത് ചെയ്യുന്നത് അവരോട് കൃപ വേണം. ഒരു ടീച്ചർക്ക് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് കാരുണ്യം വേണം. അവരോട് നസീഹത്തോടു കൂടി പെരുമാറണം. ഒരു ദായി എപ്പോഴും നസീഹത്ത് ഗുണകാംക്ഷിക്കേണ്ട ആളാണ്. കാരണം ഞാൻ ആരെയാണോ ക്ഷണിക്കുന്നത് അയാള് ഹക്കിലേക്ക് വരണമെന്ന അതിയായ ആഗ്രഹത്തിലാണ് അവൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ക്ഷണിക്കപ്പെടുന്ന ആൾ ചിലപ്പോൾ ആ ഹക്ക് സ്വീകരിച്ചോണമെന്നില്ല. വലിയ വലാലത്തിലും ജഹാലത്തിലുമായിട്ടായിരിക്കും അവൻ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ അവനോട് നസീഹത്തോടു കൂടി ഹക്കിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖവാഇദുൽ അർബ എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് വായിക്കുന്ന ആൾക്ക് പഠിക്കുന്ന ആൾക്ക് ദുആ ചെയ്തുകൊണ്ടാണ്. അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അലീം, കരീമായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അലീമായ അർശിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ മുന്നിൽ വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം റബ്ബ് കരീമാണ്. കരീമായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു എന്ന്. കറം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. അൽ കരീം എന്നത് അള്ളാഹുവിന്റെ ഇസ്മാണ്, പേരാണ്. അൽ കരീം എന്നത് അള്ളാഹുവിന്റെ ഇസ്മാണ്, പേരാണ്. അൽ കറം എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, സിഫത്താണ്. കറം എന്നുള്ളത് ഒരു വിശാലാർത്ഥമുള്ള ഒരു പ്രയോഗമാണ്. മറ്റുള്ളവരോട് ഔദാര്യം ചെയ്യൽ, കരുണ കാണിക്കൽ, വിട്ടുവീഴ്ച നൽകൽ, ഇതൊക്കെ കറം എന്ന സിഫത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഏറെ കൃപയുള്ള ആളാണ്, കാരുണ്യമുള്ള ആളാണ്. അടിമകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ്. അനുസരിക്കട്ടെ അനുസരിക്കാതിരിക്കട്ടെ അടിമകൾക്കുള്ള ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന ആളാണ്. അള്ളാഹുവിനെ അനുസരിച്ചവരെ ഏറെ അടുപ്പിക്കുന്ന ആളാണ്, ഏറെ ഏറ്റി കൊടുക്കുന്ന ആളാണ്. നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ അടിമകളുടെ പാപങ്ങൾ മറച്ചു വെക്കുന്ന ആളാണ്. പോലുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒറ്റ വേർഡാണ് അൽ കറം. അതിന്റെ ഇസ്മാണ് അൽ കരീം, മാന്യൻ എന്ന് മലയാളത്തിൽ അർത്ഥം പറയും. മാന്യനാണ്. മാന്യനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത വിളിച്ചാൽ തിരിച്ചിങ്ങോട്ട് ചീത്ത വിളിക്കൂല, അങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ചിങ്ങോട്ട് ഉപദ്രവിക്കൂല. ആവശ്യക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നവൻ, ഉപദ്രവിച്ചവർക്ക് മാപ്പ് നൽകുന്നവൻ, വേണ്ടാത്ത അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടാത്ത ആൾ, തർക്കങ്ങളിലും അടിപിടികളിലും ഇടപെടാത്ത ആൾ പോലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് പറയാം? മാന്യൻ എന്ന് പറയാം. ഇത് ഏറെ അർഹനായവൻ അല്ലാഹുവാണ്. അല്ലാഹു കരീമാണ്. അൽ കരീം, അല്ലാഹു കരീമാണ്. ആ ഒരു വിശേഷണം ഇസ്മും പേരുമാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് അസ്അലുല്ലാഹ അൽ കരീം, കരീമായ അല്ലാഹ്. എല്ലാം വിട്ടു ആവശ്യങ്ങളെല്ലാം നൽകുന്ന, അറിഞ്ഞു നൽകുന്ന, പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്ന, വിശാല ഹൃദയനായ, മറ്റുള്ളവരോട് വിശാലത കാണിക്കുന്ന കരീമായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. ധിക്കരിച്ചാലും മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ മാപ്പാക്കുന്ന, ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാതെയും നൽകുന്ന, അറിഞ്ഞിടപെടുന്ന അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. ആ അല്ലാഹ് ആരാണ്? റബ്ബൽ അർശിൽ അലീം,
അദീമായ അർശിന്റെ റബ്ബായ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൃഷ്ടി അർശാണ്. ഏറ്റവും വലിയ സൃഷ്ടി അക്ബറുൽ മഖ്ലൂഖാത്ത്, അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും വലുത് അർശാണ്. ആ അർശിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. അർശിന്റെ റബ്ബ് അല്ലയാണെങ്കിൽ ബാക്കി എല്ലാവരുടെയും റബ്ബ് അള്ളാഹുവാണ്. ഇതിലൂടെ അർശ് മർബൂബാണ്, മഖ്ലൂഖാണ് എന്നും കിട്ടുന്നു. അൽ അലീം, ഭയങ്കരമായ അർശിന്റെ റബ്ബ്. അർശിനെ സംബന്ധിച്ച് അള്ളാഹു 3 പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് റബ്ബുൽ അർശിൽ അലീം, 2 റബ്ബുൽ അർശിൽ കരീം, 3 റബ്ബുൽ അൽ അർശിൽ മജീദ്. അൽ അർശുൽ മജീദ്, അൽ അർശുൽ അലീം, അൽ അർശു അൽ കരീം. 3 പേരുകൾ, വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് പ്രയോഗിച്ചു. ഭയങ്കരമായ ഒരു സൃഷ്ടിയാണ് അർശ്. ആ അർശിന്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അഭിസംബോധന ചെയ്യുന്നത്. അർശുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സൃഷ്ടികളുടെ ഏറ്റവും മേലെയാണ് അർശുള്ളത്. അർശിനും മേലെയാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹു അർശിന്റെ മുകളിലാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുകളിലുള്ള സൃഷ്ടി അർശാൻ. ആ അർശിന് മേലെയാണ് അള്ളാഹ്. അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ. എന്താണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി റബ്ബുൽ അർശിനോട്, കരീമായ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അയ്യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ നിന്നെ ഏറ്റെടുക്കാൻ. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യുന്നത്. ദുനിയാവിൽ അള്ളാഹു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് അള്ളാഹ് നൽകാൻ, അതേപോലെ തന്നെ ആരോഗ്യം നൽകാൻ, നേരായ പാത കാണിച്ചു തരാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളിലും നിരോധനങ്ങളിലും നിർദ്ദേശങ്ങളിലുമായി ജീവിക്കാൻ അള്ളാഹു ദുനിയാവിൽ നിന്നെ ഏറ്റെടുക്കട്ടെ, നിന്നെ സഹായിക്കട്ടെ. ദുനിയാവിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നിനക്ക് നൽകട്ടെ. അതാണ് ദുനിയാവിൽ അള്ളാഹു നിന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ. അയ്യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ, ആഖിറത്തിൽ അള്ളാഹു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കുകയും അള്ളാഹുവിന്റെ അതിവിശാലമായ സ്വർഗത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. ഭയങ്കരമായ സഹിക്കാനാകാത്ത നരകത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഇതാണ് ആഖിറത്തിൽ നിന്നെ ഏറ്റെടുക്കുക എന്നുള്ള ഉദ്ദേശം. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിന്നെ ഏറ്റെടുക്കട്ടെ, അള്ളാഹു നിന്റെ വലിയാകട്ടെ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നിനക്ക് നൽകട്ടെ. ആഖിറത്തിൽ അള്ളാഹുവിന്റെ അപാരമായ ഔദാര്യം കൊണ്ട് നരകത്തിൽ രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന. അയ്യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ വയജ്അലക മുബാറകൻ ഐനമാ കുന്ത, നീ എവിടെയായിരുന്നാലും നീ ബർക്കത്തുള്ള ആളാക്കി അല്ലാഹു ചെയ്യട്ടെ. അയ്യജ്അലക, അല്ലാഹു നിന്നെ ആക്കട്ടെ, മുബാറകൻ ഐനമാ കുന്ത, നീ എവിടെയായാലും ബർക്കത്തുള്ള ആൾ. നമ്മൾ എവിടെയായാലും ബർക്കത്തുള്ള ആളാകുന്നത് എന്ത് ചെയ്യണം? 2 ഗുണങ്ങൾ നമുക്കുണ്ടാകണം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഖൈർ, അധികരിച്ച നന്മക്കാണ് ബർക്കത്ത് എന്ന് പറയാം. ഒരു വസ്തുവിൽ ബർക്കത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അധികരിച്ച നന്മയുണ്ട്, ഖൈറുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നീ എവിടെയായാലും നീ മുബാറക്കാകണം. നീ എവിടെയായാലും അള്ളാഹു നിന്നെ മുബാറക്കാക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം നീ എവിടെയായാലും നിന്നെ കൊണ്ട് ഖൈറുണ്ടാകട്ടെ. അപ്പൊ നമ്മൾ സാലിഹു ആകണം, മുസ്ലിഹു ആകണം, നമ്മൾ നല്ല ആളാകണം. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരവും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ മുബാറക്കാകുക. എവിടെ പോയാലും നമ്മൾ ഖൈർ ചെയ്യുന്ന ആളായി മാറണം. എവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ഖൈർ കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളും നമ്മളാകണം. നമ്മൾ സാലിഹും മുസ്ലിഹും ആകുമ്പോൾ നമ്മൾ മുബാറക്കായി. നന്മ ചെയ്യുന്ന ആളും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ആളും നന്മ ഉടയ ആളുമാകുമ്പോൾ നമ്മൾ മുബാറക്കാകും. وَيَجْعَلَكَ مِمَّنْ إِذَا أُعْطِيَ شَكَرَ وَإِذَا ابْتُلِيَ صَبَرَ وَإِذَا أَذْنَبَ اسْتَغْفَرَ. മൂന്നാമതും ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യുന്നത്, അല്ലാഹു നിന്നെ നൽകപ്പെട്ടാൽ നന്ദി കാണിക്കുകയും പരീക്ഷിക്കപ്പെട്ടാൽ സബർ ചെയ്യുകയും പാപം ചെയ്താൽ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലും ആക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ദുആ ആണ്.
ഇദാ ഉഅ്തിയ ശകർ വഇദാ ഉതിയ സ്വബർ. മുഅ്മിന്റെ വലിയ 3 ഗുണങ്ങളാണ് ഇത്. വഇദാ അദ്നബ ഇസ്തഗ്ഫർ. നൽകപ്പെട്ടാൽ നന്ദി കാണിക്കുക, എന്തെങ്കിലും നൽകിയാൽ അതിന് ശുക്ർ ചെയ്യും. ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നാവുകൊണ്ട് ആവാം, ചെയ്ത നന്മക്ക് ശുക്ർ പറയാം, നാവുകൊണ്ട് പറയാം, അല്ലെങ്കിൽ അവയവങ്ങൾ കൊണ്ട് തിരിച്ചങ്ങോട്ട് ചെയ്തു കൊടുക്കലുമാകാം ശുക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാണ്. ഒരു മുവഹിദിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? തൗഹീദാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ആളാണ്. തുടങ്ങി അങ്ങോട്ടേക്ക് അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. കാണാൻ കണ്ണ് തന്നു, കേൾക്കാൻ ചെവി തന്നു, സംസാരിക്കാൻ നാവ് തന്നു, ചിന്തിക്കാൻ ബുദ്ധി തന്നു, ശ്വസിക്കാൻ വായു തന്നു, ജീവിക്കാൻ പാനീയവും ഭക്ഷണവും തന്നു പോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തിട്ടുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര അനുഗ്രഹങ്ങൾ ചെയ്യുന്നവരാണ് അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദിയുള്ളവനാകണം നമ്മൾ. ഏറ്റവും വലിയ ശുക്ർ എന്താണ്? അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് അള്ളാഹുവിന് നമ്മൾ ചെയ്യേണ്ട നന്ദി എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ആളായി മാറണം. അപ്പോൾ തൗഹീദിന്റെ മേഖലയിൽ, ഈ ദീനിന്റെ മേഖലയിൽ പ്രവേശിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ സ്വീകരിക്കുമ്പോൾ ഒരു മുഅ്മിൻ ഒരുപാട് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ ജീവിക്കേണ്ടി വരും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ക്ഷമിക്കാൻ തയ്യാറാകും. മുവഹിദായി ജീവിക്കുമ്പോൾ പല പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടാവും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. അതൊക്കെ സഹിക്കാൻ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ കളിയാക്കുന്നവരുണ്ടാകും. ദീനിന്റെ ദാവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ കുത്തുവാക്ക് പറയുന്നവരുണ്ടാകും, നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാകും, നമ്മുടെ ഇൻട്രസ്റ്റ് കളയുന്നവരുണ്ടാകും. വലുതായി വലിയ ദാവത്തിന് ഇറങ്ങുന്നു, വീട്ടിലിരിക്കടാന്ന് പറയും, അവൻ ഇൻട്രസ്റ്റ് ഒക്കെ പോകും. അങ്ങനെ വ്യത്യസ്ത ആൾക്കാരെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ സബർ ചെയ്ത് ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അതാണ് വ്യത്യസ്ത പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. സബർ 3 രീതിയിലാണെന്നാണ് ഉലമാക്കൾ പറയാറുള്ളത്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള സബർ. അതിന്റെ സബറാണ്. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഉദാഹരണത്തിന് ദാവത്തിന് വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീൻ പറയാൻ, തൗഹീദ് പറയാൻ, ഓരോ വീടുകൾ കയറി ഇറങ്ങാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ചെയ്യാൻ സബറുമാണ്. അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് നല്ല സബറുമാണ്. സബറുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അത് 1ാമത്തെ സബർ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സബറുമാണ്. 2ാമത്തേത്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വെടിയാൻ സബറുമാണ്. നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ദേഹേച്ഛക്ക് താല്പര്യമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകും, നമ്മൾ നഫ്സ് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും, ശരീരത്തിന് സുഖം കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അത് വെടിയാൻ സബറുമാണ്, ഉപേക്ഷിക്കാനുള്ള സബർ. 3ാമത്തെ സബർ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള സബർ. ശരീരത്തിന് ആരോഗ്യം തന്നവൻ അള്ളാഹുവാണ്, രോഗം തരാം. സമ്പത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്, ദാരിദ്ര്യം നൽകാം. പോലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. സുഖവും സൗഖ്യവും നൽകുന്നത് പോലെ തന്നെ ദുഃഖവും പ്രയാസവും ഏൽപ്പിക്കുന്നവരും അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ഖദറിലുള്ള കാര്യങ്ങളെ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകണം. ഇതാണ് 3 സബറുകളുടെ വലിയ ഗുണമാണിത്. 3ാമത്തേത്, തെറ്റ് ചെയ്താൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളാകണം. മനുഷ്യ ജീവിതത്തിൽ തെറ്റുപറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. എല്ലാവരും തെറ്റുപറ്റുന്നവരാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
കുല്ലു ബനി ആദം അൽ ഖത്താഊൻ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. മനുഷ്യ ആദമിന്റെ സന്തതികളെല്ലാം തെറ്റുപറ്റുന്നവരാണ്, എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണ് എന്ന്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് വലിയ അമലാണ്, നിർഭയത്വമാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമൂഹത്തിൽ അള്ളാഹു ശിക്ഷ ഇറക്കുകയില്ല എന്ന് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാദ ചെയ്തിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരുപാട് ഖൈറ് ബറകാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70-ലധികം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമായിരുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്ത വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏത് മുൻപിൻ പാപങ്ങളെല്ലാം മാപ്പാക്കി കൊടുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുവഹിദിന്റെ അമലാണ് ഇസ്തിഗ്ഫാർ. ഈ 3 ഗുണങ്ങൾ ഇതൊരാളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഒരാൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ അബദ്ധങ്ങളും പാപങ്ങളും ഉണ്ടാകും, സ്വാഭാവിക. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി കാണിക്കുന്ന ഷാക്കിറാകണം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സബർ ചെയ്യുന്ന ആളായി മാറണം. പാപങ്ങൾ ചെയ്തു പോയാൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളായി മാറണം. ഈ ഗുണം ഒരാളുടെ ജീവിതത്തിൽ നിത്യമായി ഉണ്ട് എങ്കിൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവനായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്, അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. അത്ഭുതം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അവൻ ശകറ ഫകാന ഖൈറല്ല, അവൻ നന്ദി കാണിക്കും, അത് അവൻക്ക് ഖൈറാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യങ്ങൾ ബാധിച്ചാൽ അവൻ സ്വബറ ഫകാന ഖൈറല്ല, അവൻ ക്ഷമിക്കും, അതും അവന് ഖൈറാണ്. പറഞ്ഞു, ഇത് മുഅ്മിന് മാത്രമുള്ള ഒരു ഗുണമാണ്, മുഅ്മിന് മാത്രമേ പറ്റുള്ളൂ. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഷാക്കിറാകാനും ബലാകൾ ബാധിക്കുമ്പോൾ സാബിറാകാനും ഒരു മുഅ്മിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആകേണ്ടത്, നമ്മൾ ഷാക്കിറാകണം, സ്വാബിറാകണം, മുസ്തഗ്ഫിറാകണം. ഇങ്ങനെ ആകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നിന്നെ ഉൾപ്പെടുത്തട്ടെ എന്നാണ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യുന്നത്. വയജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശകർ വഇദാ ഉതുലിയ സബർ വഇദാ അദ്നബ ഇസ്തഗ്ഫർ. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫഇന്ന ഹഉലാഇ സലാസ ഉൻവാൻ സഅദ. ഈ 3 കാര്യം, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നതും, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സബർ ചെയ്യുക എന്നതും, പാപങ്ങൾ ചെയ്തു പോയാൽ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതും സൗഭാഗ്യത്തിന്റെ അഡ്രസ്സാണ് എന്നാണ്. സഅദത്തിന്റെ അഡ്രസ്സാണ്. ഇതൊരാളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ സൗഭാഗ്യവനാണ്, സഈദാൻ, അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവനായി മാറുമെന്ന്. അങ്ങനെയുള്ളവരിൽ നിന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും ഈ കൂട്ടരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. اعلم أرشدك الله لطاعته أن الحنيفية ملة إبراهيم أن تعبد الله وحده مخلصا له الدين، وبذلك أمر الله جميع الناس وخلقهم لها، كما قال تعالى: وما خلقت الجن والإنس إلا ليعبدون. فإذا عرفت أن الله خلقك لعبادته فاعلم أن العبادة لا تسمى عبادة إلا مع التوحيد، كما أن الصلاة لا تسمى صلاة إلا مع الطهارة. فإذا دخل الشرك في العبادة فسدت، كالحدث إذا دخل في الطهارة، كما قال تعالى: ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر، أولئك حبطت أعمالهم وفي النار هم خالدون. فإذا عرفت أن الشرك إذا خالت العبادة أفسدها وأحبط العمل وصار صاحبه من الخالدين في النار، عرفت أن أهم ما عليك معرفة ذلك، لعل الله أن يخلصك من هذه الشبكة وهي الشرك بالله، وذلك بمعرفة 4 قواعد ذكرها الله تعالى في كتابه.
പിന്നെ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്തതിന് ശേഷം വിഷയത്തിലേക്ക് അടുക്കുകയാണ്. യഅലം അർഷദകല്ലാഹു ലിതഅതിഹി. യഅലം, നീ അറിയണം എന്നുള്ളത് ഉലമാക്കൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഗൗരവമുള്ള കാര്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ഒരു ശൈലിയുമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന്. ദുനിയാവ് നശ്വരമാണ് എന്നതിനെ നടത്താൻ അല്ലാഹു പറഞ്ഞു വഅലമു, നിങ്ങൾ അറിയണം അന്നൽ ഹയാത്തദ് ദുനിയ ലഅബു വലഹു, ദുനിയാവ് ഒരു കളി തമാശ മാത്രമാണ്. ബോധമുണ്ടാകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ് യഅലം എന്ന്. യഅലം എന്ന പ്രയോഗം വേറൊരു അർത്ഥമുള്ളത് പറയപ്പെടാൻ പോകുന്ന കാര്യം സംബന്ധിച്ച് പറയുമ്പോഴാണ് യഅലം എന്ന് പറയുക. പറഞ്ഞു കഴിഞ്ഞതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇഫ്ഹം എന്ന് പറയാം. ഇഫ്ഹം, മനസ്സിലാക്കണം, പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കണം. യഅലം എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ നീ പഠിക്കണം, അറിയണം എന്നാണ്. നീ അറിയണം അർഷദകല്ലാഹു ലിതഅതിഹി, അല്ലാഹു അവനെ അനുസരിക്കാൻ നിനക്ക് മാർഗം നൽകട്ടെ. അർഷദകല്ലാഹു ലിതഅതിഹി, തഅത്ത് അമലാണ്. അവിടെ അല്ലാഹു നിനക്ക് അനുസരിക്കാനുള്ള റുഷ്ദ് നൽകട്ടെ എന്ന് പറഞ്ഞു. റുഷ്ദ് അമലിന് വേണ്ടതാണ്. ഹിദായത്ത് ഇൽമിലും. അൽ ഹിദായത്തു, നമ്മൾ ഹിദായത്തിന്റെ ഓപ്പോസിറ്റ് ദലാലത്ത്, അത് അറിവിലാണ്, വിശ്വാസത്തിലാണ്. റുഷ്ദും ഗയ്യും, റുഷ്ദ് അമലിലാണ്. അർഷദകല്ലാഹു ലിതഅതിഹി, അല്ലാഹുവിനെ അനുസരിക്കാൻ അല്ലാഹു നിനക്ക് മാർഗം കാണിച്ചു തരട്ടെ. ഇമാം ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വായിക്കുന്ന ആൾക്ക് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അദ്ദേഹം പറഞ്ഞു അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്താണ് നീ അറിയേണ്ടത്? ഇബ്രാഹിമിന്റെ മില്ലത്ത് അൽ ഹനീഫിയ. ഹനീഫിയ എന്ന് പറഞ്ഞാൽ വക്രതയില്ലാത്ത ദീൻ. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഹനീഫ് എന്ന് പറയുമ്പോൾ ഹനീഫ് അതിന്റെ ജംഉ ഹനഫാ, ബാത്തിൽ നിന്നും ഹക്കിലേക്ക് തിരിഞ്ഞവൻ, ബാത്തിലിനെ ഒഴിവാക്കി ഹക്കിലേക്ക് തിരിഞ്ഞവൻ, സത്യത്തെ ഉൾക്കൊണ്ടവൻ, അസത്യത്തെ വർജിച്ചവൻ ഹനീഫ് എന്ന് പറയുക. അൽ ഹനീഫിയ എന്ന് പറഞ്ഞാൽ ബാത്തിലേ ഇല്ലാത്ത, വഴികേടേ ഇല്ലാത്ത, സത്യം മാത്രമുള്ള ദീൻ. അൽ ഹനീഫിയ, അൽ ഹനീഫിയ, വക്രതയില്ലാത്ത ദീൻ. അതേതാണ്? മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. അന്നൽ ഹനീഫിയ്യത മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്ത് അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, അല്ലാഹുവിനെ മാത്രം നീ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഇത് നീ അറിയണം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കലാണ് എന്ന് നീ അറിയണം എന്നാണ് ഇമാം ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പറയുന്നത്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീൻ ഫോളോ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും തുടർന്ന് നമ്മൾ ഓരോരുത്തരോടും അല്ലാഹു കൽപ്പിച്ചത്. സുമ്മാ വഹൈനാ ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. പിന്നെ താങ്കൾക്ക് നാം വഹി നൽകി ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നീ ഫോളോ ചെയ്യണം, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരോടും പറയാൻ വേണ്ടിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചു ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. നബിയെ പറയുക, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഇബ്രാഹിമിന്റെ മില്ലത്തിനെ ഫോളോ ചെയ്യണം, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന്. എന്താണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? അതാണ് ഇമാം ഇബ്നുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കുക എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തായി
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വൈദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ വജഅൽനാഹാ കലിമതൻ ബാഖിയതൻ ഫീ അഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഉപ്പാനോടും തന്റെ സമുദായത്തോടും പറഞ്ഞ സന്ദർഭം താങ്കൾ ഓർക്കുക. ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അതിൽ നിന്നും ഞാൻ ഒഴിവാണ്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനൊഴികെ അവൻ എനിക്ക് നേരായ വഴി കാണിച്ചു തന്നോളും എന്ന്. എന്താണ് ഇബ്രാഹിം പറഞ്ഞത്? ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലാഹ് ഇല്ലല്ലദീ ഫതറനി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത്. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രം എന്ന് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചത്. ആ ഇബ്രാഹിമിന്റെ മില്ലത്ത് ഫോളോ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും കൽപ്പിക്കുന്നത്. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാത്ത ഒരാളും തന്നെ ആരാധിക്കപ്പെടാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിന്റെ ഒരു അംശം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകാൻ പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു ദീനിലേക്കാണ് ക്ഷണിച്ചത്. അതാണ് അൻത അബ്ദുല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീൻ ഖാലിസാവണം, മുഖ്ലിസാവണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇബാദത്തിൽ ഒരംശം പോലും അള്ളാഹു എല്ലാവർക്കും പോകുന്നുണ്ടാകാൻ പാടില്ല. ഇബാദത്ത് മുഴുവനും ആർക്കാവണം? അള്ളാഹു. എന്തെങ്കിലും ഒരംശം അള്ളാഹു അല്ലാത്തവർക്കായാൽ അതെന്തല്ല, ഇബ്രാഹിമിന്റെ മില്ലത്തല്ല, മുഖ്ലിസൻ ലഹുദ്ദീൻ ആവൂല. ഖാലിസ് എന്ന് പറഞ്ഞാൽ കറയില്ലാത്തത്, പരിശുദ്ധമായത് എന്നാണ് അർത്ഥം. അൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ അസ്സാഫി അന്നഖീ അൽ ഖാലി മിന ശവാഇബ് വൽ അഖ്ദാർ, അഴുക്കുകളില്ലാത്ത കേടുകളില്ലാത്ത പരിശുദ്ധമായ വസ്തുവിനാണ് എന്താ പറയാ, ഖാലിസ് എന്ന് പറയാ. അലാ ലില്ലാഹി അദ്ദീനുൽ ഖാലിസ്, അല്ലേ? അല്ലാഹു പറഞ്ഞ അറിയണം, ഖാലിസായ ദീൻ അല്ലാഹുവിനാണ്. അദ്ദീനുൽ ഖാലിസ് അല്ലാഹുവിനാണ്. ഖാലിസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മളൊക്കെ പാല് കുടിക്കുന്ന ആൾക്കാരാണല്ലോ. പാല് ശുദ്ധമാണ്, അതിലൊരു വേസ്റ്റും ഇല്ല, അല്ലെ? എന്നാൽ പാൽ എവിടുന്ന വരുന്നത്? പാല് വരുന്നത് കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെയാണ്. പശുവിന്റെ പാല് കുടിച്ചാൽ പശുവിന്റെ വയറ്റിലുള്ള രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിലൂടെ വരുന്ന ഒന്നാണ് പാല്. ആ പാലിൽ കാഷ്ടത്തിന്റെ എന്തെങ്കിലും അംശമുണ്ടോ? ഇല്ല. രക്തത്തിന്റെ എന്തെങ്കിലും അംശമുണ്ടോ? ഇല്ല. അത്ര പ്യൂർ ആവണം. അതാണ് ഖാലിസ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു പാലിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഖുർആനിൽ പറഞ്ഞത്, വനുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനിൽ ഫർസി വദ്ദമി ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. വനുസ്ഖീകും, നിങ്ങൾ നമ്മൾ കുടിപ്പിക്കുന്നു, മിമ്മാ ഫീ ബുതൂനി, ഈ കന്നുകാലികളുടെ വയറ്റുള്ളതിൽ നിന്നും, മിൻ ബൈനിൽ ഫർസി വദമിൻ. ഫർസ് എന്ന് പറഞ്ഞാൽ പുറത്തു വന്നാൽ കാഷ്ടമാകുന്ന വസ്തുവിനാണ് ഫർസ് എന്ന് പറയാ. വയറ്റിൽ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ അവശേഷിക്കുന്ന വേസ്റ്റ്, അതാണ് ഫർസ്. അത് പുറത്തെത്തി കഴിഞ്ഞാൽ റൗസവും, കാഷ്ടമാകും. ഉള്ളിൽ കിടക്കുമ്പോൾ ഫർസ് എന്ന് പറയാ. വേസ്റ്റാക്കാൻ ബാക്കിയാക്കിയ, വേസ്റ്റാകേണ്ട, കാഷ്ടമായി പോകേണ്ട വയറ്റിൽ അവശേഷിക്കുന്ന വസ്തു ഫർസ്. വദമിൻ, രക്തവും. അതിന്റെ ഇടയിലൂടെ അല്ലാഹു കൊടുക്കുന്നത് ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ.
കുടിക്കുന്നവർക്ക് സുഖമായി കുടിക്കാൻ പറ്റിയ പരിശുദ്ധമായ പാലിനെ. നമുക്കറിയാം ഇത് വരുന്നത് കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്നാണ് എന്നിട്ട് നമ്മൾ കുടിക്കുന്നു. അത്ര പരിശുദ്ധമാണ്, ഒന്നും ഒരു കലർപ്പുമില്ല. ആ ഒരു പ്രയോഗം അല്ലാഹു ദീനിനെ സംബന്ധിച്ചുള്ള അലാ ലില്ലാഹി അദ്ദീനുൽ ഖാലിസ്, ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. ശിർക്കിന്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല. എവിടെയെങ്കിലും ശിർക്കിന്റെ ഒരു അംശം വന്നു കഴിഞ്ഞാൽ ദീന ഖാലിസ് അല്ല, അത് ഇബ്രാഹിം നബിയുടെ മില്ലത്തല്ല. അതുകൊണ്ട് ശിർക്കിനെ കരുതിയിരിക്കണം. എപ്പോഴും ശിർക്കിനെ പേടിക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ അത് പരാജയമാണ്. അവൻ മുഖ്ലിസ് എന്ന വിശേഷത്തിൽ നിന്നും പുറത്തു പോകും. എന്നിട്ട് ശേഖർ പറഞ്ഞു, സകല ജനങ്ങളോടും ഈ മില്ലത്തിനെ ഫോളോ ചെയ്യാനാണ്, ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കുക എന്നതിനാണ് അല്ലാഹു കൽപ്പിച്ചത്. എന്ന് മാത്രമല്ല, മനുഷ്യരെ സകലരെയും അല്ലാഹു സൃഷ്ടിച്ചത് ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. കമാ ഖാല തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങളെ നാം പടച്ചത് ഇബാദത്ത് നമുക്ക് മാത്രമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും പടച്ചത് ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തേത് ഇബാദത്തുകൾ ഉണ്ടോ അതേ ആർക്കേ ആകാൻ പാടുള്ളൂ, അള്ളാഹുവിന്റെ മാത്രമേ ആകാൻ പാടുള്ളൂ. അതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനെ മാത്രമാക്കാനാണ്. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിക്കോ അള്ളാഹു അല്ലാത്തൊരു ശക്തിക്കോ അള്ളാഹു അല്ലാത്തൊരു വസ്തുവിനോ ഇബാദത്തിന്റെ ഒരു അംശം പോകാൻ പറ്റില്ല. കാരണം ഇബാദത്തിന്റെ അർഹൻ അല്ലാഹ് മാത്രമാണ്. അൽ ഇബാദത്തു ഹഖ്ഖുൻ സിർഫുൻ മഹ്ദുൻ ലില്ലാഹ്. ഇബാദത്ത് അല്ലാഹുവിന്റെ മാത്രം തനിച്ച അവകാശമാണ്. ലാ തുസ്റഫു ലി അഹദ് ലാ ലി മലക്കിൻ മുഖറബ് വലാ ലി നബിയ്യിൻ മുർസൽ വലാ ലി റജുലിൻ സാലിഹ്. അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ സാമീപ്യമുള്ള ആളാണ് എന്ന് കരുതി ഒരു മലക്കിന് പോകാൻ പാടില്ല. അള്ളാഹു നിയോഗിച്ചയച്ച ആളാണ് എന്ന് കരുതി ഒരു റസൂലിനും പോകാൻ പാടില്ല. നല്ല സാലിഹായ വ്യക്തിയാണെന്ന് കരുതി ഒരു വ്യക്തിക്കും ഇബാദത്തിന്റെ ഒരു അംശം പോകാൻ പാടില്ല. അള്ളാഹിന്റെ മാത്രം തനിച്ച അവകാശമാണ് ഇബാദത്ത്. ആ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കാനാണ് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന വർഗ്ഗങ്ങളെ നാം പഠിച്ചിട്ടില്ല എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന്. എന്നിട്ട് ശേഖരോട് പറയാം, ഇത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും പഠിച്ചത് ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കാൻ വേണ്ടിയാണ് എന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ അറിയണം, ഒരു ഇബാദത്തിനെ ഇബാദത്ത് എന്ന് പറയുകയില്ല തൗഹീദോട് കൂടിയല്ലാതെ. ഫഅലം അന്നൽ ഇബാദത ലാ തുസമ്മാ ഇബാദതൻ ഇല്ല മഅ തൗഹീദ്. തൗഹീദോട് കൂടി അല്ലാതെ ഒരു ഇബാദത്തിന് ഇബാദത്ത് എന്ന് പറയുകയില്ല. നമ്മൾ എന്തേത് ഇബാദത്ത് ചെയ്താലും അത് ഇബാദത്താകണമെങ്കിൽ ചെയ്യുന്ന ആള് മുവഹിദാകണം. മുവഹിദിന്റെ ഇബാദത്തിന് മാത്രമേ ഇബാദത്ത് എന്ന് പറയുള്ളൂ. മുവഹിദല്ലാത്ത ഒരാളുടെ ഇബാദത്തിന് ഇബാദത്ത് എന്ന് പറയുകയില്ല. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ തൗഹീദ് ശർത്താണ്. തൗഹീദ് ഇല്ലാതെ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. തൗഹീദ് എന്താണ് എന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നവാഖിൽ ഇസ്ലാം എന്ന ഗ്രന്ഥം വിശദീകരിക്കവേ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനെ മാത്രമാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അത് അള്ളാഹുവിനെ മാത്രമാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. തൗഹീദ് ഇല്ലാതെ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല. ഇത് അടിസ്ഥാന കായികയാണ്. നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, മറ്റു സദഖകളാകട്ടെ, പുണ്യകർമ്മങ്ങളാകട്ടെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാകട്ടെ, ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ആരിൽ നിന്നുമല്ലാതെ, മുവഹ്ഹിദിൽ നിന്നുമല്ലാതെ. ഒരാൾ തൗഹീദിലല്ല എങ്കിൽ
അയാൾ വർഷങ്ങളോളം നിസ്കരിച്ച നിസ്കാരങ്ങൾ, നോമ്പ്, സകാത്ത്, ഹജ്ജ് എല്ലാം ബാത്തിലാണ്. മുവഹിദല്ലാത്ത ഒരാൾ അയാൾ ചെയ്ത എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു കാറ്റിൽ പറത്തിക്കളയും. നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാണ്, ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, ഇപ്പോൾ ഒരാൾ 60 വർഷം ജീവിച്ചെങ്കിൽ ആ 60 വർഷത്തെയും അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ മുവഹിദാകണം. അതാണ് നീ മനസ്സിലാക്കണം. ഒരു ഇബാദത്തിന്റെ ഇബാദത്ത് എന്ന് പറയപ്പെടുകയില്ല ഇല്ല മഅ തൗഹീദ്, തൗഹീദോട് കൂടി അല്ലാതെ. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ശൈഖ് അവറുകൾ ഒരു ഉദാഹരണം പറയാൻ, കമാ അന്ന സ്വലാത്ത ലാ തുസമ്മാ സ്വലാത്തൻ ഇല്ല മഅ തഹാറ. തഹാറത്തോട് കൂടി നിസ്കരിച്ചാലേ ഒരാളുടെ നിസ്കാരത്തിന് നിസ്കാരം എന്ന് പറയുള്ളൂ എന്നതുപോലെ ഒരാള് വുളു ചെയ്യാതെ വന്ന് നിസ്കരിച്ചാൽ അയാൾ നിസ്കരിച്ചു എന്ന് പറയും ഇല്ല. എന്തുകൊണ്ട്? തഹാറത്തില്ലാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കാരം സഹിയാകാൻ തഹാറത്ത് നിബന്ധനയാണ്. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത അഹദികും ഇദാ അഹദത ഹത്താ യതവല്ല. വുളു ചെയ്യുന്നത് വരെ ഒരാൾ അശുദ്ധിയായി കഴിഞ്ഞാൽ അവിടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ അശുദ്ധിയായി കഴിഞ്ഞാൽ ശുദ്ധിയാകണമെങ്കിൽ വുളു ചെയ്യണം. ലാ തുഖ്ബലു സ്വലാത്തു ബിഗൈരി തുഹൂർ. ശുദ്ധിയില്ലാത്ത നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. നമുക്ക് അറിയുന്ന കാര്യമാണ്. വുളു ഇല്ലാതെ ഒരാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. വുളു ഉണ്ടെങ്കിലേ നിസ്കാരം ശരിയാകുകയുള്ളൂ എന്നതുപോലെയാണ് തൗഹീദ് ഉണ്ടെങ്കിലേ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ഒരു നിസ്കാരം സഹിയാണെങ്കിൽ വുളു വേണം, തഹാറത്ത് വേണം, ശുദ്ധിയാവണം. എന്നാൽ സകല ഇബാദത്തുകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് വേണം. തഹാറത്ത്, വുളു ഇല്ലാണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ തൗഹീദ് ഇല്ലാണ്ട് അമൽ ചെയ്താൽ എല്ലാ അമലും ബാത്തിലാണ്. ഏത് അമലിന്റെ കൂടെയും എന്ത് വേണം? തൗഹീദ് വേണം. അള്ളാഹുവിനെ മാത്രമാക്കണം. ഇബാദത്തായിട്ട് എന്തുണ്ടോ അത് ആർക്ക് മാത്രമാക്കണം? അള്ളാഹുവിനെ മാത്രമാക്കണം. ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്കാക്കി കഴിഞ്ഞാൽ അവൻ മുവഹിദല്ല. ആ ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്കാക്കി എന്നത് കൊണ്ട് തന്നെ മറ്റെല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാണ്. അള്ളാഹുവിനെ മാത്രമാക്കി അള്ളാഹ് സ്വീകരിക്കും, അള്ളാഹുവിനെ മാത്രമാക്കാതെ സ്വീകരിക്കൂല. അങ്ങനെയല്ല. ഒരാൾ 100 അമൽ ചെയ്യുന്നുണ്ട്, 99 അമലും അള്ളാഹ്ക്ക് മാത്രമാണ്. ഒരു അമലും ഒരു കബറാളിക്കാണ്, ഒരു ദർഗക്കാരനാണ്, അല്ലെങ്കിൽ ഒരു മഹാനാണ്. ആ ഒരു അമൽ കാരണത്താൽ മറ്റു 99 അമലും ബാത്തിലാണ്. ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല. ഏത് അമൽ സ്വീകരിക്കണമെങ്കിലും അവൻ മുവഹിദ് എന്നുള്ള വിശേഷണത്തിന് അർഹനായിരിക്കണം. മുവഹിദല്ലേ ഒരു അമലും സ്വീകരിക്കുകയില്ല. ഒരാൾ മുവഹിദ് എന്ന വിശേഷത്തിൽ നിന്ന് പുറത്തു പോകുക ഒരു അമല് അള്ളാഹു അല്ലാത്തവർ ചെയ്താൽ, ഒരു അമല് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യലോടുകൂടി മുവഹിദ് എന്ന വിശേഷത്തിൽ നിന്നും അവൻ പുറത്തു പോകും. അവന്റെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് ശേഖർ പറഞ്ഞു, ഫൈദാ ദഖല അശ്ശിർകു ഫിൽ ഇബാദത്തി ഫസദത് കൽ ഹദതി ഇദാ ദഖല ഫിൽ തഹാറ. വുളു എടുത്ത ഒരാളുടെ കീഴ്വായി പോയാൽ, അല്ലെങ്കിൽ അയാൾ ഉറങ്ങിയാൽ, അയാൾ ബോധം പോയാൽ പോലുള്ള വുളുവിനെ മുറിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം അയാളിൽ ഉണ്ടായാൽ അയാൾ അശുദ്ധിയായി. ഒരു ശുദ്ധിയുള്ള ആളല്ല, അല്ലെ? അവൻ അശുദ്ധിക്കാരൻ എന്നാ പറയാ. പിന്നെ എന്ത് ചെയ്യണം? അയാള് വുളു ചെയ്യണം, എന്നാൽ അടുത്ത നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ ആരുടെയെങ്കിലും ഇബാദത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ഇബാദത്ത് ഫാസിദായി, ഇബാദത്തെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ശിർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നർത്ഥം. ഇന്ന ശിർക ലദുൽമുൻ അദീം, മഹാപാതകമാണ് ശിർക്ക്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക. ഇമാം അബുൽ മുളഫർ അസ്സംആനി റഹ്മത്തുള്ളാഹി അലൈഹി ശിർക്കിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കാക്കുക എന്ന് പറഞ്ഞാൽ അൻ യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്കും നൽകലാണ് ശിർക്ക്.
ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി രണ്ട് കാര്യങ്ങളെ ഒരുമിപ്പിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയാ. ഇമാം അബുൽ മുളഫർ അസ്സമാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ ഇഷ്റാഖു, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ അൽ ജംഉ ബൈന ശൈഅൈൻ, രണ്ട് കാര്യങ്ങളെ ജംഉ ചെയ്യലാണ് ഷിർക്ക്. അപ്പോൾ അള്ളാഹുവിൽ പങ്കുവച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ വേറൊരാൾക്ക് നൽകലാണ്. അപ്പോൾ ആ കാര്യത്തിൽ അയാൾ അള്ളാഹിനോടൊപ്പം വേറൊരാളെയും ജംഉ ചെയ്ത് ഒരുമിച്ച് കൂട്ടി. ഇതാണ് ഷിർക്ക്. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ഇബാദത്ത് നൽകാൻ അർഹനായവൻ എന്ന വിഷയത്തിൽ അയാൾ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തും. അതുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഷിർക്കിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അശ്ശിർകുൽ അഅ്ലം, ഏറ്റവും ഗുരുതരമായ ഷിർക്ക് എന്നാൽ അയ്യുഅബദ മഅല്ലാഹി ഗൈറുഹു, അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരും ആരാധിക്കപ്പെടലാണ്. അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് നൽകപ്പെടലാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, പ്രവാചകരെ, അയ്യു ദർബി അഅലമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അൻ തുശ്രിക ബില്ലാഹി വ അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് നീ ഒരു നിത്യനെ, പങ്കാളിയെ, ഒരു പകരക്കാരനെ നിശ്ചയിക്കലാണ്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, റബ്ബ് അള്ളാഹുവാണെന്നിരിക്കെ അവന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ മറ്റൊരാളെയും കൂടെ നീ നിശ്ചയിക്കലാണ്. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവിന് നിദ്ദിനെ നിശ്ചയിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ, ആരെങ്കിലും ഷിർക്ക് ചെയ്യാതെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ഷിർക്ക് ചെയ്തിട്ടാണ് അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ നരകത്തിലും പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ, ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായിയാണ് മരണപ്പെട്ടത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന്. ഷിർക്ക് ചെയ്തവൻ വലിയ പടുകുഴിയിലാണ് ചെന്ന് വീഴുന്നത്, അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോവുകയാണ്. ഷെയ്ഖ് പറഞ്ഞു, ഫൈദാ അറഫ്ത അന്ന ശിർക ഇദാ ഖാലത അൽ ഇബാദ, ഷിർക്ക് അത് ഇബാദത്തിൽ കലർന്നു കഴിഞ്ഞാൽ അഫ്സദഹ വ അഹ്ബതൽ അമല വസാറ സാഹിബുഹു മിനൽ ഖാലിദിന ഫിന്നാർ, ഒരാൾ ജീവിതത്തിൽ ഷിർക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ ബാത്തിലാകും, എല്ലാ കർമ്മങ്ങളും ബാത്തിലാകും. അല്ലാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅ്ബുദ് വകുൻ മിനശ് ശാകിരീൻ. നിനക്ക് മുമ്പുള്ളവർക്കും നാം ബോധനം നൽകിയിട്ടുണ്ട്, വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ ശിർക്ക് ചെയ്താൽ നിന്റെ കർമ്മങ്ങളെല്ലാം ബാത്തിലായി പോകും, നീ നഷ്ടപാടുകളിൽ പെടുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവൻ നന്ദിയുള്ള ആളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യുക എന്ന്. അപ്പോൾ ശിർക്ക് ചെയ്താൽ കർമ്മങ്ങളെല്ലാം ബാത്തിലാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേലിനോട് പറഞ്ഞതായി അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവർക്ക് സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവന്റെ പാർപ്പിടം നരകമാണ്. നാളെ പരലോകത്ത് ശിർക്ക് പോലുള്ള ദുൽമകൾ ചെയ്യുന്നവർക്ക് സഹായിയായി ആരും തന്നെ ഉണ്ടാകുകയില്ല എന്ന്. അതുപോലെ തന്നെ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ മരണപ്പെടുന്നത് എങ്കിൽ പിന്നെ അയാൾക്ക് മഗ്ഫിറത്തുമില്ല. ശിർക്ക് ചെയ്യാതെയാണ് മരണപ്പെട്ടത് എങ്കിൽ, മുവഹിദായിട്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അയാൾ ചെയ്ത മറ്റു പാപങ്ങൾ, ശിർക്കല്ലാത്ത കുഫ്റല്ലാത്ത മറ്റു പാപങ്ങൾ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും.
ഇന്നഹു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹുവിൽ പങ്കാക്കുന്നതിനെ, ശിർക്ക് വെക്കുന്നതിനെ അല്ലാഹു പുറത്തു കൊടുക്കൂല. മരിച്ചു കഴിഞ്ഞാൽ മുശ്രിക്കായിട്ടാണ്, ശിർക്ക് ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത മറ്റ് പാപങ്ങൾ ചെയ്തിട്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു പുറത്തു കൊടുക്കൂല. മുശ്രിക്കാകൾ അല്ലാഹനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വലിയ ഗൗരവമുള്ള ഒരു അമലാണ്, പേടിക്കേണ്ട ഒരു അമലാണ് ശിർക്ക്. അല്ലാഹു പറഞ്ഞു, യബ്ന ആദം, ഓ ആദം സന്തതി, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് എന്റെ അരികിൽ വരുന്നതെങ്കിൽ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുന്നത് ഒരു ശിർക്കും ചെയ്യാതെയാണ് എങ്കിൽ അതൈതുക ബിഖുറാബിൽ അർളി മഗ്ഫിറ, ഭൂമി നിറയെ മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന്. ഒരു ശിർക്കും ചെയ്യാതെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ കൊണ്ട് ഭൂമി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഭൂമി നിറഞ്ഞ പാപങ്ങൾ മുഴുവൻ എന്നെ പുറത്തു വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിറയെ ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് പോകുന്നത് എങ്കിൽ, അത് മുവഹിദാണെങ്കിൽ അള്ളാഹുവിന്റെ വിഷയമുള്ള കാര്യമില്ല. ഞാൻ പുറത്ത് അതൊക്കെ വിഷയമില്ല എന്നുള്ളതാണ്. ശിർക്ക് ചെയ്തിട്ടാണ് ഒന്നാനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഓരോ പാവവും ചെയ്തിട്ടില്ല എങ്കിലും അവൻ കാലാകാലം നരകത്തിലാണ്. അത്ര ഗുരുതരമായ കടുത്ത പാപമാണ്, പാതകമാണ് ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം. അത് ചെയ്താൽ കർമ്മങ്ങളെല്ലാം ബാത്തിൽ, കാലാകാലം നരകത്തിൽ, മഗ്ഫിറത്തേ ഇല്ല, ഓർക്കപ്പെടുകയേ ഇല്ല. അപ്പോൾ ശിർക്ക് വളരെ ഗുരുതരമായ ഒരു അമലാണ്. ഇത് നീ മനസ്സിലാക്കിയാൽ, ഇതാണ് ശിർക്ക് എന്ന പാപത്തിന്റെ ഗൗരവം എന്ന് നീ മനസ്സിലാക്കിയാൽ, അറഫ്ത, നീ അറിയണം, അന്ന അഹമ്മ മാ അലൈക മഅരിഫത്തു ദാലിക. അപ്പോൾ നിനക്ക് ഏറ്റവും ഗൗരവത്തിൽ അറിയേണ്ട വിഷയം എന്താണ് ശിർക്ക് എന്നതാണ്. ശിർക്ക് ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞാൽ സകല കർമ്മങ്ങളും ബാത്തിലാണ്, കാലാകാല നരകത്തിലാണ്, അവൻ പാപമോചനത്തിന് അർഹനേയല്ല എന്ന അതിഗുരുതരമായ ഒരു വിഷയമുണ്ട് എങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് എന്ത് തന്നെയാണ്? ശിർക്ക് എന്താണ് എന്നത് തന്നെയാണ്. അത് നീ പഠിക്കാൻ തയ്യാറായാൽ ഈ ശിർക്കാകുന്ന വലയിൽ നിന്നും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയേക്കാം. ശിർക്കൊരു വലയാണ്, അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പ്രയാസം. അള്ളാഹു ശിർക്ക് ചെയ്ത ആളെ കുറിച്ച് പറഞ്ഞത് ആകാശത്ത് നിന്ന് വീണ ആളെ പോലെയാണ് എന്നാണ്. ശിർക്ക് ചെയ്തവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. ഒന്നുകിൽ പക്ഷികൾ വന്നവനെ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റ് ഏതെങ്കിലും വിദൂരമായ സ്ഥലത്ത് കൊണ്ടവൻ ആപതിക്കും, അതേപോലെ കൊണ്ടിടും. ശിർക്ക് ചെയ്തവൻ, അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്നവൻ, അള്ളാഹു അല്ലാത്തവരോട് ആഹുലാന്ന് പറയുന്നവൻ ആരത്തൊക്കെ പോകണം? അലഞ്ഞു തിരിയും ദുനിയാവിൽ. ചിലപ്പോ വൈദ്യശേഖിന്റെ അടുത്തേക്ക്, അത് കിട്ടില്ല. മമ്പർ തന്നടുത്തേക്ക്, അവിടുന്ന് കിട്ടില്ല. 3 പറ്റുമ്പോഴത്തേക്ക് 3 പറ്റുമ്പോഴത്തില്ല. കോയപ്പാപ്പ, അവിടുന്നും ഇല്ല. കോച്ചന ഉറപ്പാപ്പ, അങ്ങനെ തുടങ്ങിയിട്ട് കണ്ടു കാണുന്ന സകല ആരോഗ്യം പോകും. അലഞ്ഞു തിരിയും. അവന്റെ പൈസ മൊത്തം നഷ്ടത്തിലാവും, അവന്റെ ആയുസ് മൊത്തം നഷ്ടത്തിലാവും. അവന്റെ ജീവിതത്തിൽ അള്ളന്ന് തീരുമാനിച്ച് അതേ ഉണ്ടാവുകയുള്ളൂ. ശൈത്താൻ അവനെ എന്നോട് കടിക്കും. അവസാനം മുശ്രിക്കായിട്ട് തത്തോട് പോകും. ആകാശത്ത് നിന്ന് വീണ മരം പോലെയാണ് എന്നുള്ള ഓർമ്മിച്ചത്. ഇതന്നെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. എന്താണ് ശിർക്ക്? എന്റെ ജീവിതത്തിൽ ശിർക്ക് എഴുതുന്നുണ്ടോ? ശിർക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം പാളിപ്പോയി, പരാജയത്തിലായി, തീരാ നഷ്ടത്തിലായി. അതുകൊണ്ട് നീ ആദ്യം പറയേണ്ട ശിർക്ക് എന്താണെന്നുള്ളതാണ്. എന്താണ് ഈ വല? വഹിയ അശ്ശിർക്കു ബില്ലാഹ് അല്ലദീ ഖാല അല്ലാഹു തആല ഫീഹി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ആ ശിർക്ക് അത് അല്ലാഹു പുറത്തു തരികയില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ ശിർക്ക് അല്ലാത്തത് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു തരുന്നതാണ് എന്ന്.
അപ്പൊ ശിർക്ക് അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിരോധിച്ച ശിർക്ക്, മക്കയിലെ ഖുറൈശികളെ മുശ്രിക് എന്ന് അഭിസംബോധന ചെയ്ത ആ ശിർക്ക്, അവർ ശിർക്ക് ചെയ്തുകൊണ്ടാണല്ലോ അവർ മുശ്രിക്കുകളായത്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം അഭിസംബോധന ചെയ്ത സമൂഹം ചെയ്ത ശിർക്ക് എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നറിയാൻ 4 ഖായിദ പഠിച്ചാൽ മതി എന്നാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. വദാലിക ബിമഅരിഫതി 4 ഖവായിദ ദക്കറഹ അല്ലാഹു തആല ഫി കിതാബി. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ 4 ഖായിദകൾ, 4 അടിത്തറകൾ, അത് നീ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് മുവഹിദായി ജീവിക്കാം, ശിർക്കാകുന്ന പടുകുഴിയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം. ആ 4 കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലാണ് അദ്ദേഹം അൽ ഖവാഇദുൽ അർബ എന്ന് പേരിട്ടു. 4 അടിത്തറകൾ, ശിർക്ക് മനസ്സിലാക്കാനുള്ള 4 അടിത്തറകൾ. ഈ 4 അടിത്തറകൾ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചാൽ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അള്ളാഹു ഈ ശിർക്കാകുന്ന മഹാപാതകത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്.